ഈ പ്രഭാതത്തിൽ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിവതും എല്ലാവരിലും ഇത് എത്തിക്കണമേ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 2 യുവാക്കൾ നടു റോഡിൽ വെച്ച് മറ്റൊരു യുവാവിനെ ചവിട്ടുകയും ഇടിക്കുകയും ചെയ്ത് ദാരുണമായിട്ട് കൊലപ്പെടുത്തി. അവർ ഒരുമിച്ച് മദ്യപിച്ചപ്പോൾ ഉണ്ടായ വാക്പോര് നിമിത്തമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ സമൂഹത്തിന് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ യുവാക്കന്മാർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ ദുരന്തത്തിലേക്ക് നമ്മുടെ തലമുറകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനം എല്ലാ മേഖലകളിലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിനാകട്ടെ, മരണത്തിനാകട്ടെ, ഏത് സാഹചര്യം വന്നാലും മദ്യത്തിന് പ്രഥമമായ സ്ഥാനം കൊടുക്കുകയാണ്. ലഹരിയുടെ ഉപയോഗം വളരെ വലിയ തോതിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. യുവതലമുറകൾ പലപ്പോഴും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആരും ഈ വിപത്തിൽ നിന്ന് തലമുറകളെ വിടുവിക്കുവാനായിട്ടില്ല. എന്ത് പറഞ്ഞു വിടുവിക്കാൻ, എങ്ങനെ വിടുവിക്കാൻ, ഏത് നിലയിൽ വിടുവിക്കുവാൻ? പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ പറയട്ടെ, മനുഷ്യനെ പിടിച്ചിരിക്കുന്ന ഈ വലിയ അർബുദത്തിൻ്റെ കാരണം അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള അവൻ്റെ പാപമെന്ന സ്വഭാവമാണ്. ഈ സ്വഭാവത്തിന് മാറ്റം വരാതെ ഒരു മനുഷ്യനും തൻ്റെ തെറ്റായ വഴികൾ വിട്ടിട്ട് നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുകയില്ല. അവനെ എല്ലാം ഹസിച്ചിരിക്കുന്ന പാപമെന്ന വിഷയത്തിൽ നിന്നൊരു മോചനം വേണം. ഇത് ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുകയില്ല, പണത്തിന് കൊടുക്കാൻ കഴിയുകയില്ല, വിദ്യാഭ്യാസത്തിന് കൊടുക്കുവാൻ കഴിയുകയില്ല, നമുക്കുള്ള എന്തെങ്കിലും പദവികൾ കൊണ്ട് അത് നേടിയെടുക്കുവാൻ കഴിയുകയില്ല. മനുഷ്യരാൽ അസാധ്യമാണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം. ഈ പരിഹാരം മനുഷ്യന് തന്ന് അവനെ ഏറ്റവും നല്ല വഴികളിലൂടെ നടക്കുവാൻ അവന് ഇടയാക്കി തീർക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിലുള്ള ഏക വിശ്വാസത്താലാണ്. നിങ്ങളുടെ പാപത്തിനു വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന കർത്താവിനെ നിങ്ങളുടെ കർത്താവായി ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നായകനായിട്ടൊന്ന് അംഗീകരിക്കുമോ, നിങ്ങളുടെ ജീവിതത്തിന് സമൂല മാറ്റം വരും. മദ്യപാനത്തെ ഉപേക്ഷിക്കുവാൻ കഴിയാത്ത, ലഹരിയെ ഉപേക്ഷിക്കുവാൻ കഴിയാത്ത, ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിരിക്കുന്നവർ ഇതിൽ നിന്നും എനിക്ക് മോചനമില്ല എന്ന് ദുഃഖിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള യഥാർത്ഥ വഴി യേശുവിൽ വിശ്വസിക്കുക. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതം ധന്യമാകും. ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, ഈ ക്രിസ്തുവിൻ്റെ മകനായിട്ട് തീരുവാൻ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ കേൾവിക്കാർക്ക് ഇടയാക്കി തീർക്കട്ടെ. കർത്താവിന് മഹത്വം.